ക്യാൻസർ രോഗം ബാധിച്ച ഒരു സ്ത്രീ നടത്തുന്ന ജീവിത സമരമാണ് കണ്ണാടിയുടെ ഈ ലക്കത്തിലാദ്യമായി. കോഴിക്കോട് തിക്കോടിയിലെ ശ്രീജ രോഗിയാണ്. ശ്രീജയുടെ ഭർത്താവും രോഗിയാണ്. ഈയിടെ മകൻ അപകടത്തിൽപ്പെടുകയും ചെയ്തു. ശ്രീജ എങ്ങനെ കുടുംബം പുലർത്തുന്നു എന്ന് കാണുക. കണ്ണാടിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. തിക്കോടി ചിങ്ങപുരം കാട്ടിൽ ശ്രീജയുടെ ഈ ദൃശ്യങ്ങൾ അവിശ്വസനീയമാണ്. 30 പ്രാവശ്യം റേഡിയേഷനും 6 തവണ കീമോതെറാപ്പിയും കഴിഞ്ഞ സ്ത്രീയാണ് വീട്ടിൽ ഈ ജോലികൾ ചെയ്യുന്നത്. തീവ്രമായ അർബുദബാധയ്ക്കിടയിലും ശ്രീജ പുറത്ത് ജോലിക്ക് പോകുന്നു. ആ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം ജീവിക്കുന്നത്. ഹൃദ്രോഗിയായ ഭർത്താവും മകനും. ഒന്നാലോചിക്കുക, എത്ര പേർക്ക് ഇത് സാധ്യമാകും? രോഗത്തിൻ്റെ അവസ്ഥ വെച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ക്യാൻസറിൽ 3rd സ്റ്റേജാണ് എനിക്ക് ഫസ്റ്റിലെ. അപ്പോൾ ഇപ്പം എനിക്ക് എൻ്റെ സ്ഥിതി നന്നായിട്ട് അറിയാം. ആയുസ് കുറഞ്ഞു വരാമെന്ന് എനിക്ക് അതറിയുന്നൊരു സത്യം എനിക്ക്. അപ്പോൾ ഈ രോഗത്തിനെ പറ്റി കുറച്ച് പഠിച്ചതിനെ കൊണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് മുമ്പുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ജനങ്ങളെ സഹായം കൊണ്ടൊരു വീട് വെച്ചിട്ട് തട്ടിക്കൂട്ടി ചെറിയതെങ്കിലും തിരിയുള്ളൊരു വീടാക്കിയിട്ട് ഇവർ രണ്ടുപേരെ സുരക്ഷിതമായിട്ട് അങ്ങോട്ടാക്കണം. ഇല്ലല്ലോ എനിക്ക് ഇന്ന് തന്നെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നാളെ ഇവർ രണ്ടുപേരും തെരുവിലാണെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് അതിൻ്റെ മുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള പക്ഷെ ആകുന്നില്ല, പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ജനങ്ങളെടുത്ത് പോയിട്ടും സേവനത്തിന് ഇറങ്ങിയിട്ടും ഇപ്പോൾ 7 വർഷത്തോളമായി സേവനത്തിന് ഇറങ്ങിയിട്ട്. പക്ഷെ അവിടെയുള്ള സഹായം കൊണ്ട് തന്നെ ഞാൻ ജീവിക്കുന്ന. ആരും സേവനം എന്ന് വെച്ചിട്ട് ആരും പ്രതിഫലം വാങ്ങില്ല. പക്ഷെ എനിക്ക് വാങ്ങാണ്ട് രക്ഷയില്ല, കുടുംബമില്ല. അന്നേരം പിന്നെ അങ്ങനെയെങ്കിൽ ഇവരൊന്ന് ഒരു കരക്കെത്തിക്കാനുള്ള എന്നിട്ട് കഴിയുന്നില്ല എനിക്ക്. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല എന്നെക്കൊണ്ട്. ഞാൻ നേച്ചുറോപ്പതിയിൽ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയാണ്. പക്ഷേ ഒരു 10-15 ദിവസം അവിടുത്തെ ജോലി ചെയ്യുമ്പോഴത്തേക്കിന് കാണുന്നില്ല. ഹെവി വർക്കാണ്. പിന്നെ വെച്ചാൽ രാവിലെ 3/4 മണിക്കൂർ യാത്ര ചെയ്തിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ജോലിക്ക് കയറിയിട്ട് 5 മണി വരെ ജോലി ചെയ്യാണ്ട് ഒരു ഇത് ശരീരത്തിനാകുന്നില്ല. എനിക്കറിയാം അസലായിട്ട് എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ആയുസ് ദിവസങ്ങളും മാസങ്ങളാണെന്നൊന്നും അറിയില്ല. വളരെ കുറഞ്ഞു വരികയാണ്. പക്ഷെ ആ കുറഞ്ഞ ഈ വേഗത്തിനുള്ളിൽ ഇനി 1 വർഷമാണ് എനിക്ക് ദൈവം ആയുസ് ഇട്ടെങ്കിൽ ഈ 1 വർഷം ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് തട്ടിക്കൂട്ടിയിട്ട് മറ്റൊരാൾ വന്നാൽ ഇറങ്ങി പറയാൻ പറ്റാത്ത രീതിയിൽ സ്വന്തം എന്ന് പറയാൻ എന്തെങ്കിലും ഒന്ന് ഇവർക്ക് 2 പേർക്ക് ആക്കി വെക്കണം. എന്നാലും എനിക്ക് സമാധാനമായിട്ട് മരിക്കാം. വാടകയൊക്കെ കൊടുക്കുന്നത് വാടക ശാന്തി പാലിയേറ്റീവ് ഉള്ള ആൾക്കാർ തരും. മാസത്തിൽ പൈസ 1500 രൂപയുടെ വീടിന് വാടക പാലിയേറ്റീവ് ഉള്ള ആൾക്കാർ തരും. നാളെ മറ്റന്നാൾ കൊടുക്കേണ്ട ഡേറ്റാണ്. 15-നാണ് കൊടുക്കൽ. നാളെ ശാന്തി പോയിട്ട് ആൾക്കാർ കണ്ടിട്ട് പൈസ വാങ്ങിക്കൊണ്ട് വരണം. അത് ശാന്തിയുള്ള വ്യക്തികൾ തന്നെ ഓരോരുത്തർ 100 രൂപയൊക്കെ എടുത്തിട്ട് ഓരോരുത്തരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് തരുന്ന പൈസ എനിക്ക്. എൻ്റെ സമൂഹത്തിൽ നിന്ന് ഇതുവരെ മോശപ്പെട്ട അനുഭവം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ജനങ്ങളൊക്കെ നല്ല ആൾക്കാരാണ്. എന്നെ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ആൾക്കാരാണ് ജനങ്ങൾ. ആർക്കൊന്നും തരാനായില്ലെങ്കിൽ നല്ല സ്നേഹം എല്ലാവർക്കും എന്നോട്. ശ്രീജ ജീവിതത്തിൽ കുറേയേറെ കണ്ടു കഴിഞ്ഞു. സ്നേഹം തന്നവരോട് നന്ദിയുണ്ട്. വളരെ താമസിയാതെ തൻ്റെ മരണമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഭർത്താവ്. സുഖം, ഞാൻ ഇവളെ അസുഖമായിട്ട് ഞാനാകെ പിന്നെ ഒരു പൈസയും കയ്യിലില്ലാതെ ഇവളെ ഒറ്റപ്പെടുത്തിയൊരു സംഭവമാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ ഒരു ചൈനീസ് മലേൻ്റെ ഇതിലേക്ക് പോയി. ഒരു ക്യാമ്പായിരുന്നു. 1 മാസം 2 മാസം കഴിഞ്ഞേ വരും. അപ്പോൾ മാഹിയിൽ വെച്ചിട്ട് എനിക്കൊരു രാത്രി ഈ ചൈനീസ് മേളയാകുമ്പോൾ 5 രൂപ മുതൽ 100 രൂപ വരെയുള്ള സാധനം ഉണ്ട്. അത് സെറ്റ് ചെയ്യാൻ കുറച്ച് ബാക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 12 മണിയായപ്പോൾ ഞാൻ കിടന്നപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു ടെൻഷൻ പോലെ വന്നു. അങ്ങനെയല്ല, ഇപ്പം മുതലാളിക്ക് അറിയാമല്ലോ എൻ്റെ ഭാര്യൻ്റെ അസുഖമൊക്കെ എൻ്റെ മുതലാളിക്ക് അറിയാമായിരുന്നു. മുതലാളി എന്നോട് പറഞ്ഞ് ടെൻഷനൊന്നും വേണ്ട, എന്തിനാകും, ദൈവത്തെ ജമയൊന്നും വേണ്ട, കിടന്ന കുഴപ്പമൊന്നുമില്ല എന്ന് നടന്ന്. എനിക്ക് ഒരു അസ്വസ്ഥത തോന്നി. ഓരപ്പാട് മാഹി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് ഒരു അസ്വസ്ഥ പോലെ വന്ന് എനിക്കൊന്നും തിരിഞ്ഞില്ല. കാര്യം വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം പെട്ടെന്ന് ഞാൻ സിസ്റ്ററോട് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ICയിലേക്ക് മാറ്റിക്കാം. ഒരാഴ്ച ഞാൻ ICയിലായിരുന്നു. ബുദ്ധി തീരെ ബോധമൊന്നുമില്ല. എല്ലാവരെയും വിവരം അറിയിക്കുകയും ചെയ്തു. പെട്ടെന്ന് വരാൻ പറഞ്ഞു. സീരിയസ് ആണ്. അങ്ങനെ 15 ദിവസം ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് വീട്ടിൽ വന്ന് പിന്നെ ജോലിക്കൊന്നും പോയിക്കൂടായിരുന്നു. പിന്നെ ഞാൻ പണിക്ക് പോയി തുടങ്ങി. ഹാർഡ് വർക്കായി പേഷ്യൻ്റ് ആ കാലത്ത് പോകും ഞാൻ ഇവിടുന്ന്. പിന്നെ ഒരു ദിവസം ഞാൻ ഇവിടെ കാലത്ത് ഇപ്പോൾ പണിക്ക് പോകാൻ നോക്കുമ്പോൾ കഴിയുന്നില്ല. ക്ഷീണം വന്നു. ഇവിടെ കിടന്നുപോയി. അപ്പോൾ ഇവളാകെ ബേജാറായി കൊണ്ടുപോയി പിന്നെ ICയിലേക്ക് മാറ്റി. AS ഇപ്പോൾ അടുത്തിപ്പോൾ ഒരു 6 മാസം ആയിട്ടാണ്. പട്ടിണി അവസ്ഥയിലായിപ്പോയിരുന്നു. അങ്ങനെ രക്ഷയില്ലാണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ആൾക്കാരോട് സംഭവം പറഞ്ഞു. ഇങ്ങനെ പട്ടിണിയാണ്,
അങ്ങനെയാണ് അവർ അരി സാധനമൊക്കെ കൊണ്ടുവരുന്നത്. പെനൻ ബാൽറ്റി അവരായിരുന്നു, ശാന്തി പെനൻ ബാൽ പയ്യോളിക്കാരായിരുന്നു. അപ്പോൾ അവർക്കൊരു കുറച്ച് കടബാധ്യതകളൊക്കെ വന്നപ്പോൾ അവർക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു. അങ്ങനെയാണ് ഇവിടെ വന്ന് ഇവരോട് പറയുകയും ചെയ്തു. ഭാര്യയാണോ ഈ അസുഖത്തിൻ്റെ ഇടയിൽ നിങ്ങളെ സംരക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഭാര്യയാണ്. മോൻ്റെ കാലിനെന്ത് പറ്റിയ? അടുത്ത ടേബിളിൻ്റെ ഇത് വീടോ, അന്നേരം ടേബിൾ വീണാരോ ആശുപത്രി കൊണ്ടുപോയാലോ പിന്നെ എല്ല് പൊട്ടിയിട്ട് ചതുങ്ങിപ്പോയി. എന്നാലോ ക്ലാസ് എടുത്ത് ആരാ വീട്ടിലെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അമ്മയ്ക്ക് അസുഖമല്ലേ? അമ്മ ശാന്തി പോയിട്ട് അരിയും ഭക്ഷണം എല്ലാം കൊണ്ടുവരും. എന്തോ കാരണവശാലും ഞങ്ങളെടുത്ത് എത്തിപ്പെട്ട് ഞങ്ങളിപ്പം ഭക്ഷണത്തിനുള്ള പരിപാടി ഞങ്ങൾ ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പലരും ഈ പുഷ്പക സതീശ് എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം എന്തെങ്കിലും പൈസ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കാറുണ്ട്. ജീവിതം പരിതാപകരമാണ്. ഓരോ ദിവസവും തള്ളിവിടുക. ഇപ്പം തന്നെ അയാൾ അറ്റാക്ക് കഴിഞ്ഞ് 3 അറ്റാക്ക് കഴിഞ്ഞിട്ട് എന്തോ അവരുടെ ഭാഗ്യം കൊണ്ട് നിൽക്കുകയാണ്. കുട്ടിയാണെങ്കിൽ പൂർണ്ണമായിട്ട് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. ആ ചെറിയ പയ്യൻ ഇന്നാളെ ഒരു ആക്സിഡൻ്റായിട്ട് കാലിൻ്റെ എല്ല് പൊട്ടിക്കിടക്കുകയാണ്. വളരെ കഷ്ടമാണ് അവരുടെ ജീവിതം. ഞങ്ങളുടെ നാട്ടിൽ 2 സ്ത്രീയും പുരുഷനും ഞങ്ങളുടെ നാട്ടുകാരല്ല. പ്രശ്നങ്ങളിലുള്ള ആരെയും സഹായിക്കുന്നതിൽ എല്ലാവർക്കും പരിമിതികളുണ്ട്. ശ്രീജയുടെ മനക്കരുത്തിന് മുന്നിൽ നമുക്ക് ശിരസ്സു നമിക്കാം. ശ്രീജയുടെ ഈ യുദ്ധത്തിൽ കണ്ണാടിയും പങ്കുചേരുന്നു.